പ്രേംലല്ലടാ, ഈ ട്രംപ് നികുതിയൊക്കെ ഏർപ്പെടുത്തി. പക്ഷേ ആ നികുതിയിൽ പണി കിട്ടിയത് അമേരിക്കൻ കുത്തകകൾക്ക് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്താണ് അതിൻ്റെ ഒരു വിശദാംശങ്ങൾ? നമുക്ക് ഒരാശ്വാസത്തിന് അങ്ങനെ പറഞ്ഞു വെക്കാം എന്നുള്ളെങ്കിലും ഇന്ത്യക്ക് അത്ര കാര്യങ്ങൾ അത്ര പന്തിയല്ല. കാരണം സ്വാഭാവികമാണ്, ഇന്ത്യ എന്ന് പറയുന്നത് അമേരിക്കൻ വിപണിയെ ആശ്രയിച്ച് കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ്. നമ്മുടെ മൊത്തം കയറ്റുമതിയുടെ ഏതാണ്ട് 18 മുതൽ 20% വരെ അമേരിക്ക എന്ന് പറയുന്ന ഒരു ഉറപ്പായ വിപണിയായിരുന്നു ഇന്ത്യക്ക്. ഇപ്പോൾ ഇന്ത്യ ഇപ്പോൾ വലിയ രീതിയിൽ സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെടുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ 4ാം സ്ഥാനത്താണ്. വൈകാതെ 3ാം സ്ഥാനത്തെത്തും എന്നുള്ളതായിരുന്നു ഇന്ത്യയുടെ കണക്കുകൂട്ടൽ. പക്ഷേ സ്ഥിതിഗതികൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ, കാര്യങ്ങൾ വഷളാവുകയാണെങ്കിൽ നമ്മളുടെ ആ പ്രതീക്ഷകൾ തകിടം മറിയുമെന്നുള്ളത് ഉറപ്പാണ്. നമ്മൾ 2040 നമ്മുടെ GDP ഗ്രോത്ത്, രാജ്യത്തിൻ്റെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം ഇപ്പോഴുള്ള 6% നിന്ന് 8% വർദ്ധിക്കും എന്നുള്ളതൊക്കെയായിരുന്നു നമ്മുടെ കണക്കുകൂട്ടൽ. അപ്പോൾ അമേരിക്കയുമായിട്ട് ഇങ്ങനെ പിണങ്ങിപ്പിരിഞ്ഞ് നിൽക്കുമ്പോൾ ആ വർധനവ് അത് നിലയ്ക്കും, പകരം അത് കീഴ്പോട്ടാകും എന്നുള്ളതാണ്. 0.2 മുതൽ 0.5% വരെ കുറവുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് കണക്ക് റിപ്പോർട്ട് പറയുന്നത്. നമ്മൾ ഈ കണക്ക് കൂട്ടുമ്പോൾ 0.2% അല്ലേ ഉള്ളൂ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഒരു നിസ്സാര ഭാവത്തിലങ്ങ് എടുക്കേണ്ട. ഇത് രാജ്യത്തെ മൊത്തം ഉൽപ്പാദനത്തിൻ്റെ അളവാണ് സൂചിപ്പിക്കുന്നത്. അത് നമുക്ക് 0.2% അത് കണക്കാക്കി വരുമ്പോൾ ശതകോടികൾ വരും. അപ്പോൾ ഭീമമായ ഒരു പ്രതിസന്ധിയാണ് ഇന്ത്യയെ കാത്തിരിക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഏറെയും വരുന്നത് ഏതെങ്കിലും ഫാക്ടറി മെയ്ഡ് ഉൽപ്പന്നങ്ങളാണ് കൂടുതലും. പക്ഷേ ഇന്ത്യയിലുള്ളതെല്ലാം നമ്മൾ നിർമ്മിച്ചെടുക്കുന്ന, തൊഴിലാളികൾ പണിയെടുക്കുന്ന അല്ലെങ്കിൽ കൃഷിയിടങ്ങളിൽ നിന്ന് വിളയിച്ചെടുക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യക്ക് അധികവും ഉള്ളത്. അപ്പോൾ ഇത് ആ മേഖലയെ മാത്രമല്ല, ഇതിനെ ആശ്രയിച്ച് കഴിയുന്ന തൊഴിലാളികളുടെ ജീവിതത്തെയും ഗുരുതരമായി ബാധിക്കും എന്നുള്ളൊരു വസ്തുത ഇന്ത്യക്ക് മുമ്പിലുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പ്രതിസന്ധികൾ, നമ്മുടെ ഈ പ്രാരാബ്ദമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ അമേരിക്കൻ കുത്തക കമ്പനികളുണ്ട്, ചില കമ്പനികൾ, അവരുടെ കാര്യവും അത്ര പന്തിയല്ല. പ്രത്യേകിച്ച് അവരുടെ ഇന്ത്യൻ വിപണിയിലെ സാധ്യതകളും വലിയ രീതിയിൽ മങ്ങലേൽക്കുന്നുണ്ട് എന്നുള്ളതാണ് വാർത്തകൾ വരുന്നത്. പ്രത്യേകിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തതുപോലെ സ്വദേശി മൂവ്മെൻറ്റ്, അതായത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് പരമാവധി പ്രാധാന്യം കൊടുക്കുക, വിദേശ ഉൽപ്പന്നങ്ങൾ പ്രത്യേകിച്ച് അമേരിക്കൻ നിർമ്മിത ഉൽപ്പന്നങ്ങൾ പരമാവധി ബഹിഷ്കരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ മേക്ക് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ മെയ്ഡ് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങൾക്ക് വലിയ രീതിയിൽ പ്രാധാന്യം കൊടുക്കുക, നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളിലെല്ലാം തന്നെ അത് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക. ഈ ഒരു തന്ത്രമാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അതായത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യൻ വിപണി അത്ര എളുപ്പമാകില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഈ ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ട് രാഷ്ട്രീയ ഭേദമന്യേ പല രാഷ്ട്രീയ പാർട്ടികളും അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളും എല്ലാം തന്നെ ഈ സ്വദേശി മൂവ്മെൻറ്റിന്, നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത ഒരു പദ്ധതിയാണ്. അപ്പോൾ ആ ഒരു ആശയം വലിയ രീതിയിൽ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഉൽപ്പന്ന വിപണിയിൽ, ഇന്ത്യൻ മാർക്കറ്റിൽ കഴിഞ്ഞിടെ ഉയർന്നു വന്ന പതഞ്ജലി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്, അവർ ഇന്ത്യൻ നിർമ്മിത അല്ലെങ്കിൽ ഈ ആയുർവേദത്തിൻ്റെ മഹത്വത്തിൽ അടിസ്ഥാനമാക്കി കാശുണ്ടാക്കുന്ന കുറച്ച് ടീമാണ്. അവരുടെ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അവരുപയോഗിക്കുന്ന വിപണന തന്ത്രത്തെക്കുറിച്ചോ എനിക്ക് വ്യക്തിപരമായി വിയോജിപ്പുണ്ട്. പക്ഷേ അവർ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ അതിൻ്റെ പ്രധാനിയായ ബാബ രാംദേവ് ഇത്തരത്തിൽ വലിയൊരു ആഹ്വാനം കൊടുത്തിരിക്കുകയാണ്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ പരമാവധി വാങ്ങൂ, അതേപോലെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ പരമാവധി ബഹിഷ്കരിക്കൂ എന്നുള്ളത്. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, രാഷ്ട്രീയ ഭേദമന്യേ പ്രധാനമന്ത്രിയുടെ ആഹ്വാനത്തിന് വലിയ പിന്തുണ കിട്ടുന്നെന്നും ആം ആദ്മി പാർട്ടിയുടെ MP അശോക് കുമാർ മിത്തൽ, അദ്ദേഹം ഡൊണാൾഡ് ട്രംപിനൊരു തുറന്ന കത്തെഴുതി. ഒരു ഭീഷണി സ്വരത്തിലാണ് ആ കത്തുള്ളത്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾ ഏതാണ്ട് 150 കോടി വരുന്ന ജനസംഖ്യയാണ് ഇന്ത്യയിലുള്ളത്. അപ്പം ഞങ്ങൾ ഒരു കാര്യത്തിൽ ഐക്യപ്പെട്ടാൽ, അമേരിക്കയെ ബഹിഷ്കരിക്കുക എന്ന ആഹ്വാനത്തിൽ ഐക്യപ്പെട്ടു കഴിഞ്ഞാൽ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ്, അതിൻ്റെ പരിണിത ഫലം ഒരുപക്ഷെ അമേരിക്കയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. വലിയ ആഘാതം അമേരിക്കയ്ക്കും ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു സൂചന. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ഒരു സ്വദേശി മൂവ്മെൻറ്റ് ശക്തിപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്കൻ കുത്തക കമ്പനികൾക്ക് അത് വലിയൊരു തിരിച്ചടിയാകും എന്നുള്ളത് ഉറപ്പാണ്. ചില കമ്പനികളുടെ പേര് ഞാൻ പറയാം: പെപ്സി, കൊക്കക്കോള, മക്ഡൊണാൾഡ്സ്, സബ്വേ, KFC. ഇതൊക്കെ നമ്മുടെ ഈ അടുത്ത കാലത്ത്, പെപ്സിയും കൊക്കക്കോളയൊക്കെ ഒരു 10-20 വർഷമായിട്ട് നമുക്ക് വളരെ പ്രചാരത്തിലുള്ള ഒരു ബ്രാൻഡാണ്. ഈ KFCയും മക്ഡൊണാൾഡ്സും അതേപോലെ സബ്വേയും ഒക്കെ നമ്മുടെ നാട്ടിൽ പ്രചരിച്ച് തുടങ്ങിയിട്ട് അധിക കാലമായിട്ടില്ല. ഏറിയാൽ ഒരു 10 വർഷത്തിനുള്ളിൽ പ്രചരിച്ചതാണ്.
അതായത് ഈ അന്താരാഷ്ട്ര മാധ്യമ പരസ്യങ്ങൾ അല്ലെങ്കിൽ ചാനലുകളൊക്കെ നമ്മുടെ നാട്ടിൽ സജീവമായതോടെയാണ് ഈ ബ്രാൻഡുകൾ നമ്മൾ പരിചിതമായത്. അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ വരവോടുകൂടി ഇപ്പോൾ വീട്ടിലിരുന്ന് പോലും നമുക്ക് KFCയോ സബ്വേയിൽ നിന്നുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ മക്ഡൊണാൾഡ്സോ ഓർഡർ ചെയ്യാം എന്നൊരു സൗകര്യം ഉള്ളപ്പോൾ സാധാരണക്കാർ പോലും ഇതൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇവരുടെ ഇപ്പോഴത്തെ ഇന്ത്യൻ മാർക്കറ്റിൽ, അവരുടെ മൊത്തത്തിലല്ല, ഇന്ത്യൻ മാർക്കറ്റിൽ അവരുടെ പ്രകടനം അത്ര തൃപ്തികരമല്ല എന്നുള്ളതാണ് വരുന്നത്. എന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ പെപ്സിയുടെ അമേരിക്കയിലെ ജനപ്രീതിയും ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ടെന്നാണ് വാർത്തകൾ. അതേപോലെ ഈ KFC, മക്ഡൊണാൾഡ്സ്, അതേപോലെ സബ്വേ തുടങ്ങിയ സ്ഥാപനങ്ങൾക്കും വലിയ രീതിയിലുള്ളൊരു തിരിച്ചടി അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഉണ്ട്. കാരണം അവർ ഈ പ്രചരണ പ്രവർത്തനങ്ങൾക്ക്, അതായത് പരസ്യങ്ങൾക്കടക്കം വലിയ രീതിയിൽ പണം ചെലവഴിച്ചു. അതുമാത്രമല്ല ഒരു മൊത്തത്തിലൊരു സാമ്പത്തിക പ്രതിസന്ധി എല്ലാ മേഖലയിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള കച്ചവടം ഇവർക്ക് നടക്കുന്നില്ല. അല്ലെങ്കിൽ ഇവർക്ക് വമ്പൻ ഓഫറുകളൊക്കെ കൊടുത്ത് അവരുടെ ഉപഭോക്താക്കളെ ആകർഷിക്കേണ്ടി വരുന്നു. അങ്ങനെ ഇവരുടെ വരുമാനത്തിൽ വലിയ ഇടിവുണ്ടായിട്ടുണ്ട്. അത് ഇതുവരെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് വരുന്നത്. KFCയുടെ നടത്തിപ്പുകാരായ വെസ്റ്റ് ലൈഫ് ഫുഡ് വേൾഡ് ലിമിറ്റഡ് അവർ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഉണ്ടാക്കിയ ലാഭം 2390 കോടി രൂപയാണ് ഇന്ത്യയിൽ നിന്നുണ്ടാക്കിയത്. ഇത് ഇവർ മൊത്തത്തിലുണ്ടാക്കിയ തുക ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ 5% വർധനവ് ആണ് എന്നാണ് പറയുന്നത്. എന്നാൽ ഈ പുതിയ സാഹചര്യത്തിൽ ഇവർക്ക് ഇന്ത്യയിൽ നിന്ന് വലിയ തിരിച്ചടി ഉണ്ടാകും എന്നുള്ളതാണ് സൂചനകൾ വരുന്നത്. കാരണം ഇത്തരത്തിൽ ഇവർക്ക് ഈ പ്രവർത്തന ചെലവ് കൂടുന്നത്, അതേപോലെ ആളുകൾക്ക് ഇത് KFC ഒക്കെ തിന്ന് മടുത്തു എന്നാണ് ഇവരുടെയൊക്കെ ഒരു വിവരം. അപ്പോൾ ഇത് മൊത്തത്തിൽ പറഞ്ഞ ഒരു വിവരമാണ്. അതായത് 2390 കോടി രൂപ 2024 ലാഭം ഉണ്ടാക്കിയ ഒരു സ്ഥാപനമാണ്. എന്നാൽ ഇന്ത്യയിൽ കഴിഞ്ഞ വർഷത്തെ ലാഭം എന്ന് പറയുന്നത് 2.2 കോടി രൂപ മാത്രമാണ്. ഇവരുടെ ലാഭത്തിൽ 90% കുറവുണ്ടായി, വരുമാനത്തിൽ 11% കുറവുണ്ടായി. അപ്പോൾ അതിൻ്റെ കാരണം ഈ നേരത്തെ പറഞ്ഞതുപോലെ പ്രവർത്തന ചെലവ് വല്ലാണ്ട് കൂടിയതും, അതേപോലെ പരസ്യം നൽകാനായിട്ട് അമിതമായ തുക ചെലവഴിക്കുന്നതും, അതേപോലെ ഇവർക്ക് ആളുകൾക്ക് KFCയോടൊക്കെയുള്ള ഒരു താല്പര്യം വല്ലാണ്ട് കുറഞ്ഞു. കാരണം ഇത് ആത്യന്തികമായിട്ടിത് ഈ കോഴിയിറച്ചി പല രീതിയിൽ പൊരിച്ച് വിൽക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതിനോട് ഇപ്പോൾ പഴയ ഒരു ക്രൈസൊന്നും ആൾക്കാർക്കില്ല എന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ മൊത്തം ഏതാണ്ട് 1000 ഔട്ട്ലെറ്റുകൾ KFCക്കുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഇനി പെപ്സിക്കോ, നമ്മുടെ പെപ്സി എന്ന് കേൾക്കുമ്പോൾ ആ ഒരു ഒറ്റ ബ്രാൻഡ് മാത്രമല്ല, അതിൻ്റെ ആ ഒരു മദർ കൺസേണിൻ്റെ കീഴിൽ വേറെയും കുറേ ശീതളപാനീയ ഉൽപ്പന്നങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രചരിക്കുന്നുണ്ട്. അവർക്ക് ഇന്ത്യയിൽ നിന്ന് മാത്രം കഴിഞ്ഞ പ്രാവശ്യം 8200 കോടി രൂപയുടെ വരുമാനം ഉള്ളതാണ്. അതിൽ ലാഭം എന്ന് പറയുന്നത് 883.4 കോടി രൂപയാണ് അവരുടെ ലാഭം. അപ്പോൾ ഇതും വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. അതുമാത്രമല്ല, ഈ പെപ്സിയെ സംബന്ധിച്ച് ഇന്ത്യ അവരുടെ വലിയൊരു വിപണിയാണ്. കാരണം ലോകത്ത് പെപ്സിക്ക് ഉള്ള ഏറ്റവും വലിയ വിപണികളുടെ 15 എണ്ണത്തിൻ്റെ എണ്ണം എടുത്താൽ അതിലൊന്ന് ഇന്ത്യയാണ് എന്നുള്ളതാണ്. അതിന് ഒരു പരിധിവരെ നമ്മുടെ ക്രിക്കറ്റ് താരങ്ങളൊക്കെ അതിന് ഉത്തരവാദികളാണ്. കാര്യം പെപ്സിയുടെ ബ്രാൻഡ് അംബാസഡർമാരും അല്ലെങ്കിൽ പ്രചാരണത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നതും നമ്മുടെ ഈ ക്രിക്കറ്റ് താരങ്ങളാണ്. ക്രിക്കറ്റ് ഇന്ത്യയിൽ ജനപ്രിയ ഒരു കായിക ഇനമാണല്ലോ. അപ്പോൾ അവർ ഈ കാര്യത്തിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഈ പെപ്സി എന്ന് പറയുന്ന സ്ഥാപനം ഇന്ത്യയിൽ ഏതാണ്ട് 3500 മുതൽ 4000 കോടി വരെ മുതൽ മുടക്കിയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. പക്ഷേ ഈ തരത്തിൽ നമ്മുടെ നാട്ടിൽ പണ്ട് ഈ പെപ്സിക്കെതിരെയൊക്കെ ഒരു വ്യാപക പ്രചാരണം ഉണ്ടായിരുന്നു. ഇത് ആരോഗ്യത്തിന് ഹാനികരമാണ്, അല്ലെങ്കിൽ ഇത് വലിയ രീതിയിൽ ജലചൂഷണം നടത്തുന്ന ഒരു സ്ഥാപനമാണ് എന്ന തരത്തിൽ വലിയ പ്രചരണം ഉണ്ടായി. പക്ഷേ ആ പ്രചരണങ്ങൾക്കൊക്കെ ഇപ്പോൾ വേണമെങ്കിൽ പുതിയൊരു അർത്ഥത്തിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് പുനരവതരിപ്പിക്കാവുന്നതാണ്. കാരണം ഇത് ഒരു അമേരിക്കൻ ബ്രാൻഡാണ്, അതിനെ പുറന്തള്ളുക എന്നുള്ള നിലപാട് നമുക്ക് എടുക്കാവുന്നതാണ്. കൊക്കക്കോളയുടെ അവസ്ഥയും ഈ തരത്തിൽ തന്നെയാണ്. കാരണം അതും ഇതേപോലെ ഒരു ബോയ്ക്കോട്ട് ഭീഷണി, ബഹിഷ്കരണ ഭീഷണി ഇന്ത്യൻ വിപണിയിൽ നേരിടുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി സബ്വേയുടെ കാര്യം എടുത്താൽ, സബ്വേ എന്ന് പറയുന്ന ഒരു റീറ്റെയിൽ ഔട്ട്ലെറ്റ് ശൃംഖലയാണ്, നമ്മുടെ സൂപ്പർ മാർക്കറ്റ് പോലെയുള്ളൊരു സ്ഥാപനം. ഇതിൻ്റെ ഈ സബ്വേയുടെ മൊത്തത്തിലുള്ള ലാഭം സംബന്ധിച്ച് അവർ ഇതുവരെ ഔദ്യോഗികമായിട്ട് ഇന്ത്യയിലെ കണക്ക് പുറത്തു വിട്ടിട്ടില്ല. പക്ഷേ അവർ ഒരു ഔട്ട്ലെറ്റിൽ നിന്നും ഒരു മാസം 1.5 ലക്ഷം മുതൽ 3 ലക്ഷം വരെ ലാഭം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളൊരു കണക്കാണ് വരുന്നത്. ഇന്ത്യയിൽ മൊത്തം ഏതാണ്ട് 900ഓളം സ്റ്റോറുകൾ സബ്വേക്കുണ്ട്. ഇനി മക്ഡൊണാൾഡ്സ് നേരത്തെ KFC എന്ന് പറഞ്ഞതുപോലെ ഒരു റെസ്റ്റോറൻറ്റ് ഔട്ട്ലെറ്റാണ്. അവർക്ക് ഇത് ബർഗർ അതേപോലെയുള്ള പരിപാടികളൊക്കെ വിൽക്കുന്ന കമ്പനിയാണ് മക്ഡൊണാൾഡ്സ്. അവർക്ക് ഇന്ത്യയിൽ മൊത്തം 600 ഔട്ട്ലെറ്റുകളുണ്ട്.
അവർക്ക് ഈ സാമ്പത്തിക വർഷത്തെ ആദ്യ പാദത്തെ കണക്ക് പ്രകാരം 1.5 കോടി രൂപയോളമാണ് ലാഭം. ഇത് കഴിഞ്ഞ വർഷം ഇതേ സമയം 7 കോടിക്ക് മുകളിൽ ലാഭമുണ്ടായിരുന്ന സ്ഥാപനമാണ് മക്ഡൊണാൾഡ്സ്. അവർക്ക് ഇപ്പോൾ ലാഭത്തിൽ വലിയ ഇടിവുണ്ടായി. കാരണം അതിൻ്റെ ജനപ്രീതിയിലും വലിയ കുറവുണ്ടായി, ആളുകൾക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല എന്ന തരത്തിൽ. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇന്ത്യയിലുടനീളം അമേരിക്കൻ കമ്പനികളെ ബഹിഷ്കരിക്കുമെന്ന തരത്തിലുള്ള വലിയ ആഹ്വാനങ്ങൾ നടക്കുന്നു, വലിയ പ്രചരണങ്ങളൊക്കെ നടക്കുന്നു. അപ്പോൾ ഇപ്പോൾ തന്നെ ഈ കമ്പനികളുടെ പ്രവർത്തനം റിപ്പോർട്ട് നോക്കുമ്പോൾ അത്ര ആശാവഹമല്ല ഇന്ത്യയിലെ നിലനിൽപ്പ് അല്ലെ ഇന്ത്യയിലെ പെർഫോമൻസ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ പുതിയൊരു സാഹചര്യത്തിൽ ഇപ്പോൾ അമേരിക്ക ഇന്ത്യക്കെതിരെ നിലപാട് കടുപ്പിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയും സ്വാഭാവികമായി അമേരിക്കക്കെതിരെയും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കെതിരെയും വലിയ നിലപാട് കടുപ്പിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിൽ ഈ കമ്പനികളുടെ കാര്യം ഇത്തിരി പരിങ്ങലിലാകും എന്നുള്ളതും ഉറപ്പാണ്.